ഹായ് ഹലോ എല്ലാവർക്കും ഇഗ്നേറ്റഡ് മൈൻഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സ് എന്ന ടോപ്പിക്കിലെ ലൈറ്റ് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സുകളാണെന്ന് പറയുന്നത്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഐസക് ന്യൂട്ടൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസാണ് ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 2 പോയിൻറ്റുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഐസക് ന്യൂട്ടനാണ്. എന്താണ് ആദ്യത്തെ പോയിന്റ്? സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. ഇദ്ദേഹം തന്നെയാണ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടനെ എന്തെന്നറിയപ്പെടുന്നത്? ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഫിസിക്സ്. ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കോൺട്രിബ്യൂഷൻസാണ് നമ്മൾ പറഞ്ഞത്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ട് എന്ന് കണ്ടെത്തി പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ഐസക് ന്യൂട്ടനാണ്. അടുത്തത് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം. കുറച്ച് തിയറീസാണ് പറയുന്നത്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തിയറി അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജീൻസ് എന്ന വ്യക്തിയാണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജീൻസ്. ഇനി ഒരെണ്ണം കൂടെ പഠിക്കുകയാണ് കൂടെ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന വ്യക്തിയാണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ലാസ്റ്റ് പറഞ്ഞ 2 പോയിൻറ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തിയറി തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജീൻസും വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പഠിച്ചു വെച്ചാലും മതി, ഇദ്ദേഹമാണ്. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് എന്താണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവാണ് അല്ലെങ്കിൽ ഒരു അനുപ്രസ്ഥ തരംഗമാണ്. അതുപോലെ ശബ്ദം എന്താണ്? ഒരു അനുദൈർഘ്യ തരംഗമാണ്, അതായത് ഒരു ലോങ്റ്റിറ്റ്യൂഡനൽ വേവാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എന്ന് ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരാണ്? അഗസ്റ്റിൻ ഫ്രെണൽ എന്ന വ്യക്തിയാണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗങ്ങളാണ് അല്ലെങ്കിൽ പ്രകാശം ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? അഗസ്റ്റിൻ ഫ്രെണലാണ്. പിന്നീട് ഒരു പോയിന്റ് കൂടെ പഠിക്കാം. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് എന്ന സയൻറ്റിസ്റ്റാണ്. ലാസ്റ്റ് പറഞ്ഞത് പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക് എന്ന വ്യക്തിയാണ്. നമ്മളിപ്പോൾ മൊത്തം 6 പോയിന്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അഥവാ ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം കണ്ടെത്തിയത് ആര് എന്ന് ചോദിക്കും. കണ്ടെത്തിയതും വിശദീകരണം നൽകിയതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ പഠിക്കുക. ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെർട്സ് എന്ന സയൻറ്റിസ്റ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് എന്ന്. അത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റിന് ആ പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം കണ്ടെത്തിയത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വിശദീകരണം നൽകിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്കറിയാം, ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ്റെ കോൺട്രിബ്യൂഷൻസൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ്. അപ്പം ഈ 2 പോയിന്റുകളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടത്. അടുത്തത് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആര് എന്ന് ഇത് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ്. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിന് ഒരു കോൺട്രിബ്യൂഷൻസും കൂടെ ഉണ്ട്. അതായത് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് കണ്ടെത്തിയതും ആരാണ്? ലിയോൺ ഫുക്കാർട്ടാണ്. അതായത് ഇപ്പം ഒരു എയർ മീഡിയത്തിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് കയറുമ്പോഴും അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോഴോ വ്യത്യസ്തമായിട്ടുള്ള മീഡിയംസിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത്
വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ലിയോൺ ഫുക്കാട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ലിയോൺ ഫുക്കാട്ടിൻ്റെ 2 കോൺട്രിബ്യൂഷൻസാണ് പറഞ്ഞത് ലൈറ്റുമായി ബന്ധപ്പെട്ട്. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് അല്ലെങ്കിൽ വേഗത്തിൽ കൂടിയാണ് ലൈറ്റ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാട്ടാണ്. ഇദ്ദേഹമാണ് വ്യക്തമാക്കിയത്. അതായത് ഡിഫറെൻറ്റ് മീഡിയംസിനകത്ത് ലൈറ്റ് സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് വിശദമാക്കിയതും ആരാണ്? ലിയോൺ ഫുക്കാട്ടാണ്. പിന്നീട് നമ്മൾ അടുത്ത വേറൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രാഥമിക വർണ്ണങ്ങൾ അതായത് പ്രൈമറി കളേഴ്സ് 3 എണ്ണമാണ് എന്ന് ആദ്യമായി കണ്ടെത്തിയത് തോമസ് യങ് എന്ന സയൻറ്റിസ്റ്റാണ്. പ്രാഥമിക വർണ്ണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൈമറി കളേഴ്സ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ക്ലാസ് ഇടാം. പ്രൈമറി കളേഴ്സ് ആദ്യമായിട്ട് കണ്ടെത്തിയത് അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് 3 എണ്ണമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? തോമസ് യങ് എന്ന സയൻറ്റിസ്റ്റാണ്. ഇനി ഒരാളെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ECG സുദർശൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണങ്ങൾ ആണ് ടാക്യോൺ എന്ന് പറയുന്നത്. ഈ ടാക്യോൺസിനെ കണ്ടെത്തിയത് ആരാണ്? ECG സുദർശൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. പ്രകാശത്തേക്കാൾ വേഗതയിൽ പോകുന്ന കണങ്ങൾ ഏതാണ്? ടാക്യോൺസ് ആണ്. ഈ ടാക്യോൺ കണങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ECG സുദർശനാണ്. അതുപോലെ ഒരു പോയിൻറ്റും കൂടെ പഠിക്കുക. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായിട്ട് കൃത്യമായി കണക്കാക്കിയ വ്യക്തി ആരാണ്? റോമറാണ് കേട്ടോ. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആരാണ്? റോമർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ അവസാനം പറഞ്ഞ പോയിൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പിന്നീട് പറഞ്ഞത് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലൂടെയാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ലിയോൺ ഫുക്കാട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്? അതായത് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ലിയോൺ ഫുക്കാട്ട് എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞത് തോമസ് യങ് എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചായിരുന്നു. ഇദ്ദേഹമാണ് പറഞ്ഞത് പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് 3 എണ്ണമാണ് എന്നാദ്യമായി കണ്ടെത്തിയത് തോമസ് യങ് ആണ്. പിന്നീട് ലാസ്റ്റ് പറഞ്ഞ 2 പോയിൻറ്റ്, പ്രകാശത്തേക്കാൾ വേഗതയിലുള്ള കണങ്ങളാണ് ടാക്യോൺസ്. ഇത് കണ്ടുപിടിച്ചത് ECG സുദർശൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നെ പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് റോമർ എന്ന സയൻറ്റിസ്റ്റാണ്. ഇത് ഇത്രയും ഒരു ഇൻഫോ പ്ലസ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റുകളിലുണ്ട്. പ്രത്യേകിച്ച് LD എക്സാംസിനൊക്കെ ചോദിക്കാം. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് തറവായിട്ട് പഠിച്ചിട്ട് എക്സാംസിന് പോകുന്നത് നല്ലതായിരിക്കും. നമുക്ക് തിരിഞ്ഞു പോകാതെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ.